കെഎസ്ആർടിസിയിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ വിതരണം ചെയ്തില്ല. ധനവകുപ്പ് അനുവദിക്കേണ്ട പണം ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കെഎസ്ആർടിസിയുടെ വിശദീകരണം. ശമ്പള പ്രതിസന്ധിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് തൊഴിലാളി സംഘടനകൾ. ഓരോ മാസം കഴിയും തോറും കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിയും മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ മാസം 7-ാം തീയതിയായിട്ടും ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ല. സ്കൂളുകൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ പോലും ശമ്പളം ലഭിക്കാതെ വന്നതോടെ ആയിരക്കണക്കിന് ജീവനക്കാരാണ് പ്രതിസന്ധിയിലായത്. ഞങ്ങളിങ്ങനെ ശമ്പളത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കണം. ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയില്ല. സ്കൂൾ തുറക്കുന്ന മാസം പ്രത്യേകിച്ചും പിള്ളേരെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കഷ്ടപ്പാടാണ്. സ്കൂൾ തുറക്കുന്ന ഈ മാസം പോലും സമയബന്ധിതമായി ശമ്പളം 5-ാം തീയതിക്ക് മുമ്പെങ്കിലും തരണം എന്നുള്ളതായിരുന്നു. ഒറ്റ ഗഡുവായിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആദ്യത്തെ ഗഡു പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ശമ്പള വിതരണം 5-ാം തീയതിക്ക് മുന്നേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം കൃത്യം 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നായി ഉറപ്പ്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. പിന്നാലെ വീണ്ടും പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് ഒരു കൂട്ടം ജീവനക്കാർ. കെഎസ്ആർടിസിക്ക് ശമ്പള ഇനത്തിൽ ധനവകുപ്പ് അനുവദിക്കുന്ന പണം ലഭിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കെഎസ്ആർടിസിയുടെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.